സ്റ്റോറീസ് ബൈ റീന വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മുടെ സ്പെഷ്യല് വാഴപ്പിണ്ടി കണ്ടോ. വാഴപ്പിണ്ടിയും പിന്നെ തൈരും ഉണ്ട്. തൈരാണത്, ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ളത് ഇത്തിരി വെളുത്തുള്ളി, മുളക് പൊട്ടിച്ചിടാനുള്ളത്, പച്ചമുളക് ഉണ്ട് ഒരെണ്ണം, വേപ്പിലയുണ്ട്, കടുകുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി നമുക്ക് കടുകിടാം. വാഴപ്പിണ്ടി കഴിഞ്ഞ ദിവസം വേവിച്ച് ഉപ്പിട്ട് കുക്കറിൽ ഒരു വിസലിൽ വേവിച്ച് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. കണ്ട് ഇതുപോലെ വേവിച്ചെടുത്ത് വെക്കും ഞാൻ. അതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് നമുക്ക് എടുക്കാമല്ലോ. കടുകൊക്കെ പൊട്ടി കേട്ടോ. പച്ചമുളക് ഇടാം. വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരു പച്ചടിയാണ് കേട്ടോ വയ്ക്കുന്നത് കേട്ടോ. വേപ്പിലയൊക്കെ ഇട്ടു. എല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചത് കൊണ്ട് ഇത് ഇട്ടിട്ട് ഒരു 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അത് ചൂടാകട്ടെ. ഇത്രയും മതി കേട്ടോ. മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും വേണ്ട. അപ്പോഴത്തേന് ചെയ്ത് നോക്കിയാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ബീഫ് ഫ്രൈയും കുഴമ്പൻ പാകത്തിലെടുത്തതൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഗ്രേവി ആയിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇത്തിരി ഉണ്ടായിരുന്നു. അത് പച്ചക്കായ കണ്ടോ. പച്ചക്കായ തൊലി ചെറുതായിട്ടൊന്ന് ചീന്തി അത് വേവിച്ചെടുത്തിട്ട് ബാക്കി ഒരു സ്വല്പം ഇറച്ചി വെച്ചതുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതുകൊണ്ടൊരു ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനിയിപ്പോൾ തീ ഓഫാക്കാം കേട്ടോ. നന്നായിട്ടത് ചൂടായിട്ടുണ്ട്. നേരത്തെ വേവിച്ച് വെച്ചത് കൊണ്ട് ചൂടായിട്ടുണ്ടല്ലോ. തൈരിൽ ഉപ്പിട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കട്ട തൈര് തീ ഓഫാക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് കേട്ടോ. നമുക്ക് വാഴപ്പിണ്ടി കിട്ടുമ്പോൾ ഉണ്ടല്ലോ, അതുപോലെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ചെറുപയർ വെച്ചുണ്ടാക്കി, പിന്നെ ബാക്കിയുള്ളത് വേവിച്ച് വെച്ചിരുന്നു. ഇത് കണ്ടോ. നമുക്കിത് പച്ചടി പോലെ ഉണ്ടാക്കാം. പിന്നെ പരിപ്പിട്ട് നമുക്ക് ചാറാക്കിയിട്ട് കുറച്ച് ചതച്ച മുളകും ഉള്ളിയൊക്കെ ഇട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വാഴപ്പിണ്ടിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. വാഴപ്പിണ്ടി കിട്ടുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയുള്ള കറിയാണ്, എളുപ്പമാണ് കേട്ടോ.